ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം നാളെ നടക്കും. മുഖ്യമന്ത്രി അവഹേളനത്തിൽ പ്രതിഷേധം കത്തിനിൽക്കെയാണ് ജലോത്സവം നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട മൂലം ജലോത്സവം ചമ്പക്കുളത്ത് പമ്പയാറ്റിലാണ് നടക്കുക. സുധീഷുണ്ട്. സുധീഷ്, ആവേശകരമായ ഒരു ദിവസമായിരിക്കും നാളെ. വള്ളംകളി പ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ദിവസം കൂടി തന്നെയാണ് ഈ ജലോത്സവത്തിന്. നാളെയാണ് തുടക്കം. എപ്പോഴാകും തുടക്കം കുറിക്കുക? ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഈ മുഖ്യമന്ത്രി അതെ, അവധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയണം. ഒപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കനത്ത പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ചമ്പക്കുളം അല്ലെങ്കിൽ മൂലം വള്ളംകളിയെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ജലോത്സവം നടക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും? അശ്വതി, വിനോദ്, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മൂലം വള്ളംകളി. അത് എല്ലാ വർഷവും മിഥുനമാസത്തിലെ മൂലം നാളിലാണ് നടക്കുന്നത്. അതോടെയാണ് ഒരു സീസൺ, ജലോത്സവത്തിൻ്റെ സീസൺ ആരംഭിക്കുന്നത് തന്നെ ഈ മൂലം ജലോത്സവത്തോടു കൂടിയാണ്. അതുകൊണ്ട് വലിയ ആവേശത്തോടെയാണ് കുട്ടനാടും അതോടൊപ്പം തന്നെ ജലോത്സവ പ്രേമികളും എല്ലാം ഇതിനെ വരവേൽക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാവുന്നത്. അത് ഈ ജലോത്സവ ദിവസം അവധി നൽകണമെന്ന കുട്ടനാട് MLA-യുടെ ആവശ്യം, അതിനോടുള്ള ഒരു സമീപനം, അത് കുട്ടനാടിനെയും അതോടൊപ്പം തന്നെ കുട്ടനാട് MLA-യും ജലോത്സവ പ്രേമികളെയും അതോടൊപ്പം ഈ ചമ്പക്കുളം മൂലം ജലോത്സവം എന്നാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ആചാരം കൂടിയാണ്. അതിനെ എല്ലാം അവഹേളിക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം. അതിൽ വലിയ അമർഷമാണ് കുട്ടനാടൻ ജനതയ്ക്കും ഈ വള്ളംകളിയെ സ്നേഹിക്കുന്ന ഇല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ അടക്കമുള്ളവർക്കെല്ലാം ഉള്ളത്. അത്തരമൊരു വലിയ പ്രതിഷേധവും അമർഷവും എല്ലാം നിലനിൽക്കുകയാണ് ഇത്തവണത്തെ ജലോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. അത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നതെങ്കിലും 3 മണിയോടെ മൂലം ജലോത്സവം ആരംഭിക്കും. ഇത്തവണ 7 ചുണ്ടൻ വള്ളങ്ങളും മറ്റ് ചെറുവള്ളങ്ങൾ 7 അത് ഇരുട്ടൂത്തി, വെപ്പ് അടക്കമുള്ള ചുണ്ടൻ വള്ളങ്ങളടക്കം മറ്റ് കളിവള്ളങ്ങളടക്കം മൊത്തം 14 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നെഹ്റു ട്രോഫിക്ക് മുമ്പ് നടക്കുന്ന ജലോത്സവം ഒരു വിജയ തുടക്കത്തോടെ നെഹ്റു ട്രോഫിക്ക് എത്തുമ്പോൾ വലിയ ഒരു ആവേശം, ആ വിജയാവേശത്തോടെ എത്താൻ വേണ്ടി പല ബോട്ട് ക്ലബ്ബുകളും ചുണ്ടൻവള്ള സമിതികളുമെല്ലാം കഠിന പ്രയത്നം നടത്തി കൃത്യമായ പരിശീലനത്തോടെയൊക്കെയാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശക്തമായ മത്സരം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ചമ്പക്കുളത്ത് പമ്പയാറ്റിലാണ് ഉച്ചയോടുകൂടി മൂലം ജലോത്സവം നടക്കുക. വലിയ ആവേശം, വലിയ പ്രതീക്ഷകളൊക്കെയാണ് ഇതിൽ ഓരോ ചുണ്ടൻവള്ള സമിതിക്കും അതോടൊപ്പം തന്നെ ബോട്ട് ക്ലബ്ബുകൾക്കും എല്ലാം തന്നെ ഉള്ളത്. ചെറുവള്ളങ്ങളിലടക്കം നെഹ്റു ട്രോഫിയിൽ തുഴയുന്ന ടീമുകൾ ഉണ്ട് എന്നതും ഇതിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നതാണ്. ആ രീതിയിൽ ഇത്തവണത്തെ ജലോത്സവത്തിന് തുടക്കം കുറിക്കുക കൂടിയാണ് നാളെ ചെയ്യുന്നത്. അതിനിടയിലും ഈ പ്രതിഷേധത്തിൻ്റെ മാറ്റൊലികൾ നാളെ ഈ വള്ളംകളി നടക്കുമ്പോഴും അവിടെയും പ്രകടമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ജലോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നാളെ ഒരു ആവേശത്തിൻ്റെ ദിവസമാണ്. വലിയ രീതിയിലുള്ള ഒരു ആൾത്തിരക്കും അവിടെ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അവധി ഒന്നുമില്ലെങ്കിലും ആൾക്കാർ ഉച്ചയോടുകൂടി പമ്പയാറ്റിൻ്റെ ഇരുകരകളിലായി ചമ്പക്കുളത്ത് നിരക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അശ്വതി, വിനോദ്.